മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശത്തിൽ ഇന്ത്യ രാജ്യം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഉയർത്തിപ്പിടിച്ച് STPI നിറമരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിൽ പദയാത്ര സംഘടിപ്പിച്ചു. പത്തമ്പാട് നിന്ന് ആരംഭിച്ച പദയാത്ര ജാഥ ലീഡർ ഫിറോസ് നൂർ മൈതാനത്തിന് പതാക കൈമാറിക്കൊണ്ട് മണ്ഡലം സെക്രട്ടറി K. കുഞ്ഞുപോക്കർ അരീക്കാട് ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളമ്പടി, ചക്കരമൂല, മങ്ങാട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം നൂർ മൈതാനത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം STPI തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളോട് തെളിവ് സഹിതം നിരത്തിയത് നമ്മൾ കണ്ടതാണ്. നമ്മളേവരും ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ കണ്ടത്. എന്നാൽ കേരളമെന്ന് പറയട്ടെ, രാജ്യം ഏറ്റവും വലിയ അപകടാവസ്ഥയിലേക്ക് നീങ്ങിയ സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന മറ്റ് ഘടക കക്ഷികളോ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന സങ്കടകരമായ വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ മറ്റുള്ളവര് മടിക്കുന്ന അവസ്ഥയിൽ രാജ്യത്തെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരാൻ STPI അല്ലാതെ വേറെ ആ ഒരു അവസ്ഥയിലും അതുപോലെ തന്നെ നമ്മുടെ സുശക്തമായുള്ള ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ട് ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. 80 വർഷമായിട്ടും അത് നിലനിൽക്കുന്നത് ഈ ഭരണഘടനയും ഈ ജനാധിപത്യ സംവിധാനങ്ങളും ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ സൈനിക അട്ടിമറിയിലൂടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളുടെ ഫലമായൊക്കെ രാജ്യത്ത് ഭരണകൂടങ്ങളെ തകിടം മറിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ട്, ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഈ രീതിയിൽ നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഓരോ കാലത്തും നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പുകൾ വരും 5 വർഷം കൂടുമ്പോൾ. ആ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഭരണം നടത്തിയ ആളുകളുടെ ചെയ്തികൾക്കെതിരെ ജനാധിപത്യ രീതിയിൽ അവരെ തിരുത്താനും അവരെ തിരുത്തിപ്പിക്കാനും പൗരന്മാർക്ക് ഇടം നൽകുന്നതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പരമത വിദ്വേഷം പടർത്തി തുടർ ഭരണം സാധ്യമാകില്ല എന്ന് ബോധ്യമായപ്പോൾ സംഘപരിവാരം വ്യാപകമായി വോട്ടുകൊള്ള നടത്തിയത് കൊണ്ടാണ് ജനം വെറുത്ത സർക്കാർ ഇന്നും അധികാരത്തിൽ തുടരുന്നത് എന്നും തൃശൂരിൽ അടക്കം വോട്ട് ചേർക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നിയമ നടപടിയും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും വോട്ട് കൊള്ള വിഷയത്തിൽ കേരളത്തിൽ ഇടതിനും വലതിനും മൗനം അവലംബിക്കുകയാണെന്നും ഹമീദ് പരപ്പനങ്ങാടി ഉദ്ഘാടന പ്രസംഗത്തിലൂടെ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് A. യാഹു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് CM സദക്കത്തുള്ള, പഞ്ചായത്ത് സെക്രട്ടറി V. കുഞ്ഞലവി, ജാഥ ലീഡർ ഫിറോസ് നൂർ മൈതാനം എന്നിവർ സംസാരിച്ചു. അൻവർ പോക്ലാത്ത്, A. അബ്ദുൾ സലാം, A. കുഞ്ഞു ഹാജി, ഷറഫു ഹാജി പോക്ലാത്ത്, കല്ലിങ്ങൽ സുലൈമാൻ ഹാജി എന്നിവർ നേതൃത്വം നൽകി.